KB ഗണേഷ് കുമാർ. അദ്ദേഹം മന്ത്രിപുത്രനാണ്. ഗണേശൻ താമസിക്കുന്ന വീടിൻ്റെ കുറച്ചപ്പുറത്ത് ഒരു വിമൻസ് കോളേജുണ്ട്. അവിടെ ഒരു പെൺകുട്ടി ആ വിഗ്രഹം വീണു മുടഞ്ഞു. പക്ഷെ അതിനിടയിൽ നെഹ്റുവിനെയൊക്കെ പിടിച്ചിട്ടത് എനിക്കത് ഭയങ്കര കോമഡി ആയിട്ട് തോന്നി. 5000 കാമുകിമാരുണ്ടെന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ നെഹ്റുവിന്റെ കാര്യം പ്രശ്നമായിരുന്നു. പല സ്ത്രീകളുടെയും പ്രശ്നം വെച്ച് ഞാൻ വഴക്കൂടും. ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും എനിക്കൊരു ക്ലോഷർ വേണം, പക്ഷെ എനിക്കിത് കണ്ടുപിടിക്കും. KB ഗണേഷ് കുമാർ പത്തനാപുരത്ത് തോക്കത്തില്ല എന്ന് ഊണിലും ഉറക്കത്തിലും വിശ്വസിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് പത്തനാപുരത്ത് തോറ്റത്? തന്റെ പ്രവർത്തന ഫലം കൊണ്ടാണോ താൻ തോറ്റിരിക്കുന്നത്? പത്തനാപുരത്ത് യാതൊരുവിധ വികസനവും കൊടുക്കാത്തത് കൊണ്ടാണോ തോറ്റിരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ അവസാന കാലഘട്ടത്തിൽ KSRTC മിനിസ്റ്ററായിട്ട് വരികയും തന്നെ കൊണ്ട് കഴിയുന്ന വിധം കഴിവേറിത്തരം കൂടുതലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ജനങ്ങളുടെ കയ്യടി പിടിച്ചു പറ്റുകയും മരണമാസ പ്രവർത്തനങ്ങൾ ഓരോ ബസ് കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അത് ഉദ്ഘാടനം ചെയ്യുന്നത് അതിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് അത് ഓടിച്ചുകൊണ്ടും അതിൽ പോപ്പോ അടിച്ചുകൊണ്ടുമായിരുന്നു. അപ്പൊ ഇത്രയധികം കൂടുതൽ കഴിവേറിത്തരം കയ്യിലുണ്ടായിരുന്ന കഴിവേറിയ ഒരു ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി പത്തനാപുരത്ത് സാധാരണക്കാർക്കിടയിലൊക്കെ ഇറങ്ങി നടക്കുന്ന സാധാരണമായ രീതിയിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 6 മാസം മുമ്പ് വരെ അദ്ദേഹം കോളേജിനകത്ത് കണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഇപ്പം ഏതോ ഒരു താർ റോക്സോ CRയോ ഏതോ വണ്ടിയൊക്കെ എടുത്ത് പോകാൻ തുടങ്ങി. അതായത് ആ ഒരു രീതിയിലൊക്കെ ഇറങ്ങി നടന്നൊരു വ്യക്തി പത്തനാപുരത്തിന്റെ ഏത് വീട്ടിൽ ചെന്നാലും ഒരു ഗ്ലാസ് വെള്ളം ആരും കൊടുത്തു പോകുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് തോറ്റത്? ആ തോൽവിക്കിടയുണ്ടായ സാഹചര്യം എന്താണ്? പച്ചയായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പെണ്ണു വിഷയ കൈയിരിപ്പ് നല്ലതായിരിക്കണം, അല്ലാതെ എത്രത്തോളം നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കഴിവേറിത്തരം കയ്യിലുള്ളത് കൊണ്ടാണ് ഇപ്പം ഈ ഒരു ഇലക്ഷനിൽ തോറ്റ് തുന്നമ്പാടി വീട്ടിലേക്ക് പോയിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഈ പറയുന്ന KB ഗണേഷ് കുമാറിന് ഉണ്ടാവാനുള്ള സാഹചര്യം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ഇലക്ഷന് തൊട്ട് മുമ്പും ഈ ഒരു സമാപന സമയത്തോട് കൂടി ചേർത്ത് മാത്രമുള്ള കുറച്ചധികം വീഡിയോസ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. മസ്റ്റ് വാച്ചാ, നിങ്ങൾ കാണണം, കണ്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തണം ഒരു രാഷ്ട്രീയക്കാരന്റെ പ്രവർത്തനം വീട്ടിലും കുടുംബത്തിലും നാട്ടുകാർക്കിടയിലും ഏത് രീതിയിലാണെന്നുള്ളൊരു കാര്യം. അങ്ങനെ ഞാൻ നല്ലവനാണ് എന്ന് പറഞ്ഞ് കൈ കഴുകി വെളുപ്പിച്ച് ഞാൻ നല്ലൊരു മഹത് വ്യക്തിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കൈയിരിപ്പ് നന്നായിരിക്കണം. ഫസ്റ്റ് ചെസ്റ്റ് നമ്പർ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ കള്ളവടി സ്വന്തം വാളകത്ത വീട്ടിൽ ചെന്ന് കയ്യോടെ പൊക്കുകയും അതിന്റെ ഫ്രസ്ട്രേഷനിൽ അത് മാധ്യമങ്ങളിൽ വിളിച്ചു പറയുകയും റിട്ടയർഡായ CA IPSനെ വരെ ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കിയെടുത്ത് സംസാരിച്ച് വെരി നെക്സ്റ്റ് ഡേ തന്നെ അതിനൊരു ക്ഷമാപണം പറയുകയും എനിക്ക് അതുമായിട്ടൊരു ബന്ധവുമില്ല, ഞാൻ കേസുമായിട്ട് ഇനി പോകുന്നില്ല, ഞാനും ചേട്ടനും തമ്മിലുള്ള തർക്കങ്ങളെല്ലാം തീർന്നു എന്ന് പറയുമ്പോഴത്തേക്കിന് ആ കഴിഞ്ഞ 24 മണിക്കൂറിനകത്ത് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പത്തനാപുരം മണ്ഡലത്തിൽ ഉൾപ്പെടെ ആൾക്കാർ കണ്ടതും കേട്ടതുമാണ്. ആ ഒരു സാധനം തന്നെയാണ് ഇതിന്റെ മെജോറിറ്റി സാധനവും ഇദ്ദേഹത്തിന് ഇപ്പം ഈ ഇലക്ഷനിൽ ഒരു വിജയം കൈവരിക്കാതിരിക്കാനുള്ള കാരണം. കംപ്ലീറ്റ് നോക്കുകയാണെങ്കിൽ പെണ്ണുപിടിയായിരുന്നു. അതിനുശേഷം അളിയൻ ഇങ്ങോട്ട് പുറത്തു വന്നിട്ട് പറഞ്ഞു എനിക്ക് 5000-ഓളം കാമുകിമാരുണ്ടെന്ന്. നിങ്ങൾ ആരും ശ്രീകൃഷ്ണൻ 5000-ഓളം കാമുകിയായിട്ട് വരാൻ. എന്തായാലും ഞാൻ അധികം നീട്ടുന്നില്ല, നമുക്ക് വീഡിയോ തന്നെ കണ്ടുവരാം. കാര്യങ്ങൾ അത്ര ലളിതമല്ല, അതീവ ഗുരുതരമാണ് എന്നാണ് ഗണേഷിന്റെ ഭാര്യ ബിന്ദു മേനോൻ ആരോപിക്കുന്നത്. എന്തുകൊണ്ടാണ് ഗണേഷ് കുമാറായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നത് എന്ന് എല്ലാവർക്കും ലോകം മുഴുവൻ അറിയുന്ന കാര്യങ്ങളാണ്. അതിന് മുന്നേയും പ്രശ്നമായിരുന്നു. പല സ്ത്രീകളുടെയും പ്രശ്നം വെച്ച് ഞാൻ വഴക്കൂടും. ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും എനിക്കൊരു ക്ലോഷർ വേണം, പക്ഷെ എനിക്കിത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ ആരോടും പറയാതെ അവിടെ പോയി. ഞാൻ വാതിൽ തുറന്നു, ഞാൻ ഉള്ളിലേക്ക് ചാടി ഓടി കയറി ബെഡ്റൂമിൽ പോയി കണ്ടത് എനിക്ക് വട്ടാണോ? പത്തനാപുരത്തുകാർക്ക് എന്നെ അറിയാം, 25 കൊല്ലമായിട്ട് എന്റെ അറിയാം, എന്റെ എക്സ്റേ വരെ അവർക്ക് അറിയാം. പത്തനാപുരത്തുകാർക്ക് അറിയാം, 25 കൊല്ലമായിട്ട് അറിയാം. ആ എക്സ്റേ ചിലപ്പോൾ അവർ അറിഞ്ഞത് ഇപ്പോഴായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇതുവരെ സാഹചര്യത്തിൽ വന്ന് നിൽക്കേണ്ടി വന്നതും. ആ വിജയിച്ചില്ല എന്ന് കണ്ടതിന് ശേഷം നിരാശയോടുകൂടി വന്ന് സ്കോർപിയോ എന്നിനകത്ത് കയറി ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, നമുക്ക് മനസ്സിലാവും. ഞാൻ കൊണ്ട് കളഞ്ഞല്ലോടാ എൻ്റെ സ്ഥാനമാനങ്ങൾ. സ്വന്തമായിട്ടൊരു ഒരു വിലയിരുത്തൽ ഉണ്ടാക്കുന്ന ഒരു സമയമായിരിക്കുമല്ലോ. അത് കണ്ടവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ആ നടത്തത്തിൽ അങ്ങനെ ഉണ്ട്. കാരണം KB ഗണേഷ് കുമാർ എന്നൊരു വ്യക്തി ആര് വന്നാലും എവിടെ നിന്നാലും മാസ് കണക്ക് പോയി എന്തെങ്കിലും ആരെങ്കിലും കാര്യങ്ങൾ ശക്തമായ കാര്യങ്ങൾ സത്യമാണ് പറയുന്നെങ്കിൽ അതിൻ്റെ ഇടയിലേക്ക് ഇടിച്ച് കയറി എന്തെങ്കിലും സംസാരിച്ച് അവൻ്റെ അങ്ങ് വാ അടപ്പിച്ച് താഴെ ഇരുത്തി ഇവിടെ ഞാനുണ്ട് കേട്ടോ, ഞാൻ കഴിഞ്ഞിട്ട് നീ പറഞ്ഞാൽ മതി കേട്ടോ എന്ന രീതിയിൽ വരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു വോയിസും ഇല്ലാതെ വോയിസ്ലെസ് ആയിട്ട് പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. ഓക്കെ.
സൂചിക്കട്ടെ ആസ്വദിക്കട്ടെ നീ. ഇത് തന്നെ ഒരു സുഖമല്ലേ, ഇത് വായിക്കുന്ന ഒരു സുഖമാണ്. ഞാൻ അവിടെ കണ്ടു കഴിഞ്ഞ് അവിടെ ശാന്തൻ ഓടി വന്ന് എന്നെ തടയാനും ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ എനിക്ക് ഐ കനോട്ട് എക്സ്പ്ലെയിൻ ഞാൻ എന്ത് കണ്ടു എന്നുള്ളത്. മോശത്തിനെക്കാട്ടും പറഞ്ഞാൽ അറിയാത്ത എന്റെ ഐ ഹാവ് ഓൾ ദ പിക്ചേഴ്സ്. വീഡിയോ അല്ല, ഫോട്ടോസ് എല്ലാം ഉണ്ട് എന്റെ കയ്യിൽ. ഒരാളെ വ്യക്തിപരമായ കാര്യവും രാഷ്ട്രീയം തമ്മിൽ എന്ത് ബന്ധം? ഒരാൾ മദ്യപിക്കുന്നു രാഷ്ട്രീയം അയാളുടെ സൗകര്യമില്ല. ഈ സിനിമയിൽ നിൽക്കുന്ന കാലത്ത് ഇങ്ങനെ സംഭവമുണ്ട്. ഇപ്പൊ ഗണേഷ് കുമാറും വേറൊരു നടിയുമായിട്ട് പ്രണയമാണെന്ന് പറഞ്ഞാൽ ആ നടിയെ അറിയാം, ഗണേഷ് കുമാറിനെ അറിയാം. അപ്പൊ ഇമാജിൻ ചെയ്യും, കൊള്ളാലോ, ഇതൊരു രോഗമാണ്. ഇത് നമ്മൾ മലയാളിക്ക് ഈ ഒരു പീപ്പിംഗ് ടെൻഡൻസി എന്നൊരു സ്വഭാവം ചില ആൾക്കാർ. അയ്യോ അല്ല, ഇതൊരു രോഗമാണ്. ഈ രോഗാവസ്ഥയ്ക്ക് നമ്മൾ പച്ച മലയാളത്തിൽ പറയുന്ന നരമ്പെന്ന് കൂടിയാണ്. സിനിമയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പറയായിരുന്നു വെള്ളമടിക്കുന്നതും പെണ്ണ് പിടിക്കുന്നതും തമ്മിൽ കമ്പയർ ചെയ്ത് സംസാരിക്കാതെ, വെള്ളമടിക്കുന്ന സാധനം ഇതേപോലെ തന്നെ ഗവൺമെന്റ് ലീഗലായിട്ട് പൈസ കൊടുത്ത് മേടിച്ച് സ്വതന്ത്രമായിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന, ലീഗലി ഇരിക്കാൻ പറ്റുന്ന സ്ഥലത്തിരുന്ന് കഴിച്ചു പോകാൻ പറ്റുന്ന ഒരു സാധനമാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓടിച്ചുകൂടാ എന്നുള്ള കുറച്ച് അധികം നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് ഉള്ളൂ. എന്നാൽ പെണ്ണുപിടി നമ്മുടെ ഇവിടെ നിയമം ആയിട്ട് കൊടുത്തിട്ടുള്ള കാര്യമാണോ? അതും ഒരു മന്ത്രി, ജനകീയ നേതാവ്, ജനങ്ങളുടെ കൂടെ നിന്ന് പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് ജനങ്ങളുടെ നേതൃത്വ നിരയിലേക്ക് വന്ന് മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി. എന്നിട്ട് എനിക്ക് 5000 കാമിക്കും ഇതൊക്കെ ഒരു തെറ്റാണോ? അണ്ണൻ്റെ വായിരിപ്പ് തന്നെയാണ് അണ്ണൻ ഈ ഒരു അവസ്ഥയിലേക്ക് പത്തനാപുരംകാർ കൊണ്ട് എത്തിച്ചത്. പത്തനാപുരംകാരെ അങ്ങ് ഭയങ്കരമായിട്ട് വിശ്വസിച്ചു പോയി കേട്ടോ. അതിനാണ് തുടങ്ങിയത്. എന്നാൽ ഈ ഒരു കാര്യം ഇപ്പം തുടങ്ങിയ കാര്യമൊന്നും അല്ല. ചെറുപ്പത്തിലേ ചേട്ടൻ ഇങ്ങനെ ആയിരുന്നെന്ന്, അതായത് കുഞ്ഞിലെ ഇവരുടെ കൂട്ടുകാർക്കിടയിൽ തൊട്ടേ ഇതുപോലാണെന്ന്. സ്ത്രീ വിഷയത്തിൽ ഒരു അല്പം കാമകേളിയായിരുന്നെന്നാണ് നമ്മുടെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ആളെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അത് കൊല്ലംകാരനായതുകൊണ്ട് നമ്മുടെ ജില്ലക്കാരനായതുകൊണ്ട് ഞാൻ അധികം അദ്ദേഹത്തെ കുറിച്ച് പറയുന്നില്ല. ആൾ പറയട്ടെ, മുഖം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാരാന്നുള്ളത്. KB ഗണേഷ് കുമാർ, അദ്ദേഹം മന്ത്രിപുത്രനാണ്. ഗണേശൻ താമസിക്കുന്ന വീടിൻ്റെ കുറച്ചപ്പുറത്ത് ഒരു വിമൻസ് കോളേജുണ്ട്. അവിടെ ഒരു പെൺകുട്ടി കുറച്ച് കുസൃതി കയ്യിലുണ്ട്. മൂത്ത പെൺകുട്ടി, ചാടിക്കളയരുതേ, മേളിൽ നിന്ന് ചാടല്ലേ, അത് ഗണേശൻ്റെ അടുത്ത് പറഞ്ഞു. ഉടനെ ഗണേശൻ ചാടിയാൽ താഴെ നിന്ന് പിടിക്കുമോ? ഉടനെ ആ പെൺകുട്ടി, പിടിച്ചാൽ ഒതുങ്ങുമോ? ഉടനെ ഗണേശൻ, പിടിച്ചു നോക്കിയാലല്ലേ അറിയൂ. അയ്യോ നമ്മുടെ മുകേഷ് സാർ ഇപ്പൊ ഈ പറയുന്ന കുസൃതി ഉണ്ടല്ലോ, അതാണ് ഈ 2026 ഒരു സ്ത്രീയോട് ഒരു പുരുഷൻ സംസാരിച്ചു കഴിഞ്ഞാൽ അത് പീഡനത്തിനായിട്ടുള്ള കേസ് എടുക്കുന്ന ഒരു കാര്യം. ലൈംഗിക ചവയുള്ള സംസാരം, അത് അണ്ണന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുസൃതി. പെണ്ണ് ആണിലോട് സംസാരിക്കുന്ന കുസൃതി, നല്ല കുസൃതിയാണ്. ഡബിൾ മീനിങ് വെച്ച് സംസാരിച്ച റോൾസ് റോയ്സ് ഉള്ളൊരു മുതലാളി ഉണ്ടായിരുന്നു. ആള് കൂട്ടി കയറി കിടന്നായിരുന്നു റിമാൻഡ് അടിച്ച് കുറച്ച് ദിവസം. കാരണം എന്തുവാ? ലൈംഗിക ചവയുള്ള സംസാരം. അണ്ണന് വാഴക്കാപ്പം എടുത്തപ്പോഴത്തേന് ഈ വാഴക്കാപ്പം പൊങ്ങുമോ, ഈ ചായക്കകത്ത് പാലുണ്ടോ, ഇതൊക്കെ തന്നെ കേട്ടോ, ഇതൊക്കെ തന്നെ അണ്ണന്റെ ഭാഷയിൽ ഇപ്പൊ കുസൃതിയായിട്ട് തോന്നുന്നത്. കുസൃതി. എന്തായാലും സീറ്റ് കിട്ടിയില്ല ഇത്തവണ. കിട്ടിയായിരുന്നെങ്കിൽ മൂജിയനായിരുന്നു. എന്തായാലും കിട്ടാത്തത് കൊണ്ട് ആ ഒരു സമാധാനത്തോടെ വീട്ടിൽ ഇരുന്ന് TV കണ്ടിരുന്ന് കാണുമായിരിക്കും. ആടി നോക്കിയാലല്ലേ അറിയൂ. ഭയങ്കര ഉരുളയ്ക്ക് ഉപ്പേരി. ഞാനൊരു നിലവിളിയാണ്, ഓടിവായോ. അത് മുകേഷ് ഏട്ടന്റെ ഒരു സ്വഭാവം വെച്ച് എന്തിനാ നിലവിളിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പെണ്ണും ഗണേഷ് കുമാറും തമ്മിൽ സംസാരിക്കുന്നത് കണ്ട് ഇഷ്ടപ്പെട്ടാതെ അട്രാക്ഷൻ മൊത്തം എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു നിലവിളി ഉണ്ടാക്കിയത്. കാരണം കയ്യിരിപ്പ് അങ്ങനെയാണ്, സ്വഭാവം അങ്ങനെയാണ്, നമ്മൾ കാണുന്നതാണ്, സോഷ്യൽ മീഡിയ വഴി കേൾക്കുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും ഇത് വിശ്വസിക്കരുത്, കള്ളമേ പറയുവണ്ണേ. എന്നെ നോക്കിയിട്ട് ഗണേശൻ, ഞാൻ പറഞ്ഞു താഴെ അവരാണ്. അവർ നോക്കിയിട്ട് ഗണേശൻ, വീട്ടിൽ പോ. വീട്ടിൽ പോ, നല്ല വീട്ടിൽ പോക്ക. ഈ മുകേഷിന്റെ ഈ ഒരു ചാനലുണ്ടല്ലോ, ഈ ചാനലിനകത്ത് സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള രാഷ്ട്രീയക്കാരുടെ ഓരോ കഥകളും കൂടെ പറയണം. ഇപ്പം എന്തായാലും MLA സ്ഥാനവും ഇല്ല, മന്ത്രി സ്ഥാനവും ഇല്ല, ഒന്നുമില്ല. പാർട്ടിയിലൊക്കെ ഉണ്ടോയെന്ന് തന്നെ അറിയത്തില്ല, പാർട്ടി തന്നെ ഉണ്ടോയെന്ന് അറിയത്തില്ല. ആ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ എടുത്തെങ്കിൽ ഇടണം. ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കേൾക്കണം. എന്തായാലും നാറി. അപ്പോൾ നാട് മൊത്തം നാറട്ടെ. ബാക്കിയുള്ളവരും കൂടെ നാറട്ടെ. സ്വന്തമായിട്ട് എന്തായാലും നാറിയല്ല, ബാക്കിയുള്ളവരും കൂടെ നാറട്ടെ. സിനിമയൊന്നും നമ്മൾ പറയുന്നത് കേട്ടോ, രാഷ്ട്രീയ ഭാവിയിൽ ഒരു കഴിവും തെളിയിക്കാത്ത വ്യക്തിയാണ് മുകേഷ്. അതുള്ള കാര്യം തന്നെ. കഴിവുകൾ ഏറെ ഉണ്ടായിട്ടും ആ കഴിവ് വ്യക്തമായിട്ട് തെളിയിക്കാൻ കഴിയാതെ സ്വന്തം ആഗ്രഹങ്ങൾക്ക് പുറകെ പോയി ഒരു മന്ത്രിസ്ഥാനവും ഈ പറഞ്ഞ MLA സ്ഥാനവും ഒരു സ്ഥലവും നഷ്ടപ്പെട്ട വ്യക്തിയാണ് KB ഗണേഷ് കുമാർ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ വ്യക്തമായിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് എടുത്ത് കാണിക്കാനായിട്ട് ഇടയുണ്ടായ കാര്യം. ഇനി മന്ത്രിയായതിനു ശേഷം, അതായത് ജനകീയനാണെന്ന് കാണിക്കാനും ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നും കാണിക്കാനായിട്ട്
കാണിക്കാനായിട്ട് KSRTCയുടെ നെഞ്ചത്തോട്ട് കയറുന്നൊരു പരിപാടി. അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ തെറ്റുള്ളിടത്ത് നമ്മൾ സംസാരിക്കുന്നത്. അതിപ്പോൾ ജനങ്ങളെല്ലാവരും അങ്ങനെ തന്നെ തെറ്റുള്ളിടത്ത് സംസാരിക്കും. എന്നാൽ അവൻ തെറ്റുകാരനാണ്, എന്നാൽ 24 മണിക്കൂർ അവൻ കാണിക്കുന്ന തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളാരും സംസാരിക്കത്തില്ല. എന്നാൽ സ്വന്തം പ്രസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് സ്വന്തം ജീവനക്കാരെ തെറ്റാണ് എന്ന് വീണ്ടും ജനങ്ങൾക്കിടയിലേക്ക് കാണിച്ച് തെളിയിച്ച് അതിൽ നിന്നും ഒരു കയ്യടി മേടിക്കാൻ കാണിച്ചൊരു ശ്രമം അത് കാണിച്ചു തരാം. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഒരു KSRTC ബസ് തടഞ്ഞു. കുടിവെള്ളത്തിനായുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ ബസിന്റെ മുന്നിലെ ചില്ലിനോട് ചേർത്ത് നിരത്തിയിട്ടതാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചത്. വണ്ടിയുടെ ഫ്രണ്ടിൽ ഈ വണ്ടി ഇത്രയും നല്ല വണ്ടിയുടെ ഫ്രണ്ടിൽ മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പി വരെ ഇട്ടേക്കുക. കുടിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പി എവിടെയെങ്കിലും കളഞ്ഞുകൂടി. ഈ പ്ലാസ്റ്റിക് കുപ്പി ഇടാനുള്ളതാണ് വണ്ടിയുടെ ഫ്രണ്ട് വശം. ഇടരുതെന്ന് അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. KSRTC CMDയുടെ നോട്ടീസ് ഉണ്ട്, ഇങ്ങനെ ഇടാൻ പാടില്ല എന്ന്. എന്നിട്ട് ഇട്ടിരിക്കുക. നിങ്ങൾക്ക് നോട്ടീസ് ഉണ്ട് അങ്ങനെ ഇടരുതല്ലോ എല്ലാ സ്ഥലത്തേക്കും. അവിടെ ഇടരുത് എന്ന് പറയുന്നു. ഇത് കണ്ടുകൊണ്ട് തിരിച്ചു വന്നാ ഇനി ഇത് ആവർത്തിക്കുക. നടപടി വരുന്ന പഠിച്ചു. രാജാവ്, അതായത് തിരുനാൾ പത്തനാപുരം മൂലവർമ്മ തമ്പുരാൻ എഴുന്നള്ളുന്നേ, അതാ സംഭവം ഇവിടെ നടന്നിരിക്കുന്നത്. ജനകീയനാണെന്ന് കാണിക്കാനും ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കാണിക്കാൻ കാണിച്ച പ്രഹസനം. ആ പാവപ്പെട്ട മനുഷ്യൻ കുടിച്ചിട്ടൊരു കുപ്പി വെള്ളം അവിടെ ഇട്ടേരും. ഇതുപോലെ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ആണ്, അങ്ങനെ വേണം, അങ്ങനെ വേണ്ട നമ്മൾ പറയത്തില്ല. പക്ഷെ എല്ലാ കാര്യത്തിലും അങ്ങനെ ആയിരിക്കണം. വണ്ടി നിർത്താൻ നേരെ ഇൻഡിക്കേറ്റർ കത്താത്ത KSRTC ബസ് ഉണ്ട്. ബ്രേക്ക് ചവിട്ടുമ്പോൾ ബ്രേക്ക് ലൈറ്റ് കത്താത്ത KSRTC ബസ് ഉണ്ട്. ഒരു ബസിന്റെ 4 മൂലയും പ്രോപ്പർ കോർണറിലായിരിക്കത്തിൽ ഇരിക്കുന്നത്. ഇടിച്ചു പൊളിഞ്ഞ് തകർന്നിരിക്കുന്ന അവസ്ഥയിലുള്ള ബസ്സുണ്ട്. അതും ചില ബസ്സുകൾ ഓടുന്ന സമയത്ത് ഫ്രണ്ട് വീല് ഇടത് സൈഡിലും ബാക്കിലത്തെ 2 വീടും വലത് സൈഡിലോട്ട് നീങ്ങി ഒരു കോണ ഷേപ്പിലോടുന്ന KSRTC ബസ്സുകളും നമ്മുടെ നാട്ടിലുണ്ട്. ചെയ്യുമ്പോൾ അതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യണ്ടേ എണ്ണ? അതിൻ്റെ ഇന്റീരിയർ സൂപ്പറായിട്ട് സെറ്റ് ചെയ്യണ്ടേ? എല്ലാവർക്കും ഇരിക്കാനുള്ള സീറ്റ് പ്രോപ്പർ ആണെന്ന് നോക്കണ്ടേ? ഓടുന്ന വണ്ടിക്ക് ഹെഡ്ലൈറ്റ് ഉണ്ടോ നോക്കണ്ടേ? എഞ്ചിന്റെ പ്രവർത്തനമൊക്കെ പ്രോപ്പർ ആണോ നോക്കണ്ടേ? ഇങ്ങനെയൊക്കെ പ്രോപ്പർ ആണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കുപ്പി ഫ്രണ്ടിൽ കൊണ്ടിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. എന്തിനാണ് അവിടെ ഇട്ടേ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. അത് ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? നിങ്ങൾക്കുണ്ട്. കാരണം നിങ്ങൾ ഗതാഗത മന്ത്രിയാണ്, നിങ്ങൾ അണ്ടറിൽ വരുന്നൊരു വകുപ്പാണ്. അപ്പം ഇതൊന്നും ചെയ്യാതെ ആ ഡ്രൈവറുടെ അല്പം വെള്ളം കുടിച്ചതിന് ചൂട് കാരണം വെള്ളം കുടിച്ചതിൻ്റെ കുപ്പി ഫ്രണ്ട് ഇട്ടേൽ വന്ന് ചോദ്യം ചെയ്യുമ്പോഴത്തേക്കിനെ തെറ്റ് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് തെമ്മാടിത്തരം കാണിച്ചിട്ട് ഏതെങ്കിലും ഒരു ചെറിയ കാര്യം മറ്റുള്ളവർ ചെയ്യുമ്പോൾ സംസാരിക്കുന്നത് വളരെ വളരെ നല്ല കാര്യമൊന്നുമല്ല. കുറച്ചൊക്കെ അടങ്ങേണ്ട കുറേ കാര്യങ്ങളായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്തത് കാമകേളി. ആ വിഗ്രഹം അങ്ങ് വീണു കുടഞ്ഞു. പക്ഷെ അതിന്റെ ഇടയിൽ ഈ നെഹ്റുവിനെയൊക്കെ പിടിച്ചിട്ടത് എനിക്കത് ഭയങ്കര കോമഡി ആയിട്ട് തോന്നി. 5000 കാമുകിമാരുണ്ടെന്ന് പക്ഷെ പറയുന്നത്. ഈ നമ്മൾ ഈ നെഹ്റുവിന്റെ കാര്യമൊക്കെ പറയുമ്പോ നെഹ്റുവിന് ഒരിക്കലും ഭാര്യ ഇങ്ങനെ പോയിട്ട് പിടിച്ചിട്ടില്ല, ഒരു വീട്ടിൽ നിന്നും പിടിച്ചിട്ടില്ല. അല്ല ചിത്ര, ഗണേഷ് കുമാറിന് 5000 കാമുകിമാരുണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ അത് അതായത് നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം നമ്മൾ കേട്ടുകേൾവിയുള്ള ശ്രീകൃഷ്ണനും ഈ ഗണേഷ് കുമാറും ഏതാണ്ട് ഒരു കോളേജിലാണ് പഠിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. പുള്ളി ഇങ്ങനെ വെച്ചങ്ങ് പുട്ടിങ്ങനെ തള്ളി കൊടുത്തതാ. പക്ഷെ എന്നാലും നമ്മുടെ ഫോണിലൊക്കെ നോക്കിയ 5000 കോണ്ടാക്ട്സ് പോലും ഉണ്ടാവില്ല. അതിലെത്ര സ്ത്രീകളോ പുരുഷന്മാരുണ്ടാവും. പുള്ളി അത് ചുമ്മാ അത് പറഞ്ഞപ്പോഴത്തേനും കുറച്ചങ്ങ് കൂടുതലങ്ങ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് തള്ളിയതാണ്. പക്ഷെ എന്നാലും അങ്ങനെ പറയാൻ പാടില്ല. എന്തിനാ അങ്ങനെ പറയുന്നത്? എന്തിനാ ഇത്ര പ്രണയം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് ആക്കാൻ പറ്റില്ലല്ലോ. ആക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ആൾക്കുള്ളത്. കാരണം ആള് കല്യാണം കഴിച്ചിട്ടുണ്ട് രണ്ടാമതും. അപ്പൊ നമ്മളത് പറയരുത്, ഒന്നും പറയാതെ. ഒരിക്കലും അദ്ദേഹം രണ്ടാമത് കല്യാണം കഴിച്ചതല്ല ഇതിനകത്തൊരു പ്രശ്നം. അദ്ദേഹം ഒരു ജനപ്രതിനിധിയാ. ജനപ്രതിനിധി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ അർത്ഥത്തിലും ഊണിലും ഉറക്കത്തിലും ജനത്തിന് പ്രതിനിധിയായിരിക്കണം. അതായത് ജനത്തിന്റെ മുന്നിൽ നിന്നിട്ട് ഇതാണ് നിയമം, ഇതാണ് കാര്യങ്ങൾ എന്ന് പറയാനും ജനങ്ങളുടെ വോയിസ് ആയിട്ട്, അതായത് വോയിസ്ലെസ് ആയിട്ട് നിൽക്കുന്ന സാധാ ജനങ്ങളുടെ മുന്നിൽ നിന്ന് അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. കണ്ടാ പെണ്ണ് പിടിച്ച് 5000 കാമുകിമാരും അതും ഇതുമൊക്കെ ഉള്ള ഒരുത്തരെ കൊണ്ടുവന്നിട്ട് ജനങ്ങളുടെ മുന്നണിയായിട്ട് മുന്നിൽ കൊണ്ട് നിർത്താനായിട്ട് കഴിയുമോ? അത് തന്നെയാണ് ഇലക്ഷനിൽ അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത്. അത്രേ ഉള്ളൂ. ബാക്കി കേൾക്കാം. ഇരിക്കാന്നുള്ളതാണ് മാന്യമായിട്ട് പേഴ്സണൽ ലൈഫായിട്ട് അത് കൊണ്ടുപോകുക. പക്ഷെ പുള്ളിക്ക് പറയാൻ അർഹതയില്ല എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോഴേക്കും അങ്ങ് ഭയങ്കരമായിട്ട് മെഴുകിയതാ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. കഴിഞ്ഞ ദിവസം രാഹുൽ തലമുക്കുന്നുണ്ടല്ലേ? പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വേണം പറയാൻ. അതെ, അത്രേ ഉള്ളു. പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് തമാശയായിട്ട് എടുക്കാം. പക്ഷെ ഇതുപോലെ പെർഫെക്റ്റ് അല്ലാത്തൊരു വ്യക്തി ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴത്തേനും നമുക്കത് ഒരിക്കലും ആ ഒരു സെൻസിൽ എടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇനി VD സതീശൻ
മോഡിഫിക്കേഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞൊരു കാര്യം അത് നമുക്കൊന്ന് കേൾക്കാം. അതിനെ തുടർന്ന് ആ സമയത്ത് ഗതാഗത മന്ത്രിയായിരുന്ന വ്യക്തിക്ക് അതങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. മോഡിഫിക്കേഷൻ നീ കൊടുക്കും, എന്നാ ഞാൻ കാണിച്ചു തരാമല്ലോ എന്ന്. അണ്ണൻ എങ്ങനെ കാണിച്ചു തരുന്നത്? സ്വന്തമായി കാറുള്ള ഒരു സ്ത്രീ നാളെ ബസ്സിൽ കയറി എറണാകുളത്തേക്ക് പോകുന്നു, ഫ്രീ ആണോ? അതെന്ത് പാവപ്പെട്ടവരോടുള്ള സമീപനമാണത്? അതിന് ആവശ്യം എന്താണ്? നിങ്ങൾ തന്നെ പറയും, ജനങ്ങൾ പറയട്ടെ. നല്ല കാറുണ്ട്, എൻ്റെ വീട്ടിൽ ബെൻസ് കാർ കിടപ്പുണ്ട്, എൻ്റെ വീട്ടിലെ സ്ത്രീകളെല്ലാം ഇതിൽ കയറി ഫ്രീ ആയിട്ട് പോകും എന്ന് പറഞ്ഞാൽ എന്താ? പല റേറ്റില്ലേ? ഇപ്പോൾ ബാംഗ്ലൂരേക്ക് പോകണം, 2000 രൂപയോളം ടിക്കറ്റ് ഫെയർ വരും വണ്ടിക്ക്, AC വണ്ടിക്കൊക്കെ. അത് ഫ്രീ ആക്കി കൊടുത്താൽ ആര് കൊടുക്കുന്ന പറഞ്ഞു? കർണാടകത്തിൽ നശിപ്പിച്ചു. അത് ഇവിടെ ഇനി ഇത് രക്ഷപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 4-5 മാസമായിട്ട് ഇത് ഒരുവിധം പച്ച പിടിച്ച് വരുന്നു. നമുക്കെല്ലാവർക്കും, മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും KSRTC ജീവനക്കാർക്കും സംതൃപ്തിയും സന്തോഷവും നൽകുന്ന ഒരു വാർത്തയാണ് KSRTC. ചെറിയൊരു തിരുത്തുണ്ട്. VD സതീശൻ പറഞ്ഞു സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ചാണ് VD സതീശൻ ഒരിക്കലും പറഞ്ഞത് ഇൻ്റർ സ്റ്റേറ്റ് വാഹനങ്ങൾക്ക് സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുമെന്നല്ല. നിലവിലോടുന്ന വാഹനങ്ങൾക്ക് സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞൊരു കാര്യം. ഞാൻ അതിനകത്തൊരു പോസിറ്റീവ് തിങ് പറയുന്നത് വെച്ചാൽ നല്ല കാര്യം തന്നെ. രണ്ടാമത്തെ കാര്യം, നഷ്ടമില്ലാതെ ഉണ്ടാക്കുക, ഓടിക്കുക എന്നുള്ളത് ഈ ഭരണത്തിലിരിക്കുന്ന ആൾക്കാരുടെ കാര്യം. നഷ്ടത്തിലാണെന്നുണ്ടെങ്കിൽ അതൊന്നും ഒഴിവാക്കുക. പിന്നെ ഈ രീതിയിലുള്ള സംസാരിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. ബെൻസ് കാറിൽ സഞ്ചരിച്ചൊരു വ്യക്തിക്ക് കൊല്ലത്തു നിന്നും ഇപ്പൊ കായംകുളം വരെ പോകണമെന്നുണ്ടെങ്കിൽ അവർ ബെൻസ് കാറിൽ തന്നെ പോകത്തുള്ളൂ. അവർ വന്നിട്ട് നിങ്ങളെ ചളുക്ക പുളുക്ക KSRTC ബസ്സിനകത്ത് കയറി പോകത്തില്ല. അങ്ങനെ പോകേണ്ട ആവശ്യം അവർ സ്ത്രീക്ക് ഉണ്ടാവത്തില്ല. അവർക്ക് ആ ബസ്സിൽ കയറാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടും അവരുടെ കയ്യിൽ ആ പെട്രോൾ അടിക്കാൻ കാശുള്ളത് കൊണ്ടും ആ വണ്ടിക്കൊരു മെയിൻ്റനൻസ് സ്വന്തം കഴിവുകൊണ്ട് തന്നെ നടത്താൻ കഴിയും എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ടായിരിക്കും ഒരു ബെൻസ് എടുത്തത്. അപ്പം പിന്നെ അവർ വന്നിട്ട് ഒരു 30 രൂപ ടിക്കറ്റ് 40 രൂപ ടിക്കറ്റ് കൊടുത്തിട്ട് കൊല്ലത്തുനിന്ന് കായംകുളം വരെ വണ്ടി ഓടിച്ച് വണ്ടിയിൽ ഇരുന്ന് പോകേണ്ട ഒരു ആവശ്യം പോലും ഉണ്ടാവത്തില്ല. എന്നാൽ പോയി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് സീറ്റ് കിട്ടുമോ എന്ന് പോലും അവർക്ക് ഉറപ്പില്ല. കാരണം നമ്മളെ സംബന്ധിച്ചത് എല്ലാം ഒന്നും ബുക്ക് ചെയ്തിട്ട് കയറി പോകാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പം നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ വെറും മുടന്തൻ ന്യായങ്ങളുണ്ടല്ലോ, ആ മുടന്തൻ ന്യായങ്ങളൊന്നും നമുക്ക് പ്രോപ്പറായിട്ട് എടുത്ത് ജനങ്ങൾക്ക് മുന്നിലേക്ക് എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യം അല്ല. അത് വാസ്തവം. ഓക്കെ, അടുത്തത്. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പം പണ്ടേ തള്ളുണ്ട്. സതീശൻ പിന്നെ തള്ളിൻ്റെ ആശാനാണ്. വണ്ടിയെല്ലാം ഓൾട്ടർ ചെയ്യാന്നൊക്കെ പറഞ്ഞു കൊടുത്ത ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമത്തിനെ മറികടന്നുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിനെ മറികടന്ന സതീശനല്ല. ഇനി ഏതാണോ രാഹുൽ ഗാന്ധി നേരിട്ട് വന്നാലും ചെയ്യാൻ പറ്റൂല. കാരണം ഇന്ത്യ ഗവൺമെന്റിന്റെ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്. ഗണേഷ് കുമാറിനും കാര്യമില്ല, സതീശനും കാര്യമില്ല. പിന്നെ കുറച്ചൊക്കെ ഒന്ന് കണ്ണടയ്ക്കുന്ന അപകടമാണ്. കോടതി സമ്മതിക്കില്ല. എല്ലാ ശനിയാഴ്ചയും കോടതി ഇത് പരിശോധിക്കും. അപ്പൊ അണ്ണം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യയിൽ എവിടെയും മോഡിഫിക്കേഷൻ നടക്കുന്നില്ല എന്നുള്ളൊരു കാര്യം. ഞാൻ മോഡിഫിക്കേഷനെ അനുകൂലിച്ച് പറയുകയൊന്നും അല്ല. നിങ്ങൾ ഈ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ നാട്ടിൽ ഒരു 10 രൂപ കൊടുത്ത് വണ്ടി മോഡിഫൈ ചെയ്യാനായിട്ടൊരു സാധനം കിട്ടുന്നു എന്നുണ്ടെങ്കിൽ ആ കടക്കാരൻ വിൽക്കുന്നത് ഇല്ലീഗലായിട്ടല്ല. അവൻ കൃത്യമായിട്ട് ടാക്സ് അടച്ചിട്ട് ആ സാധനം കൊണ്ടുവരുന്നത്. ആ സാധനം നമ്മൾ കൃത്യമായിട്ട് ടാക്സ് അടച്ച് പൈസ കൊടുത്തിട്ട് ആ സാധനം മേടിക്കുന്നത്. അപ്പൊ ഇത് ഇല്ലീഗൽ അല്ല. കഞ്ചാവോ MDMA മറ്റു തുടങ്ങിയ സാധനങ്ങൾ ഈ നാട്ടിൽ വരുന്ന പോലെ അല്ല മോഡിഫിക്കേഷൻ ചെയ്യാനുള്ള സ്പെയർ പാർട്സ് ഈ നാട്ടിലേക്ക് വരുന്നത്. അത് വ്യക്തമായിട്ട് നികുതി നിങ്ങൾ ഈടാക്കിയിട്ട് തന്നെയാണല്ലോ അത് ജനങ്ങളായ നമുക്കത് തരുന്നത്. അപ്പോൾ നമ്മളത് മേടിച്ച് നമുക്ക് വണ്ടിയിൽ ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. മറ്റേ തോക്ക് തരാം, വെടിവെക്കാൻ പറ്റത്തില്ല എന്നൊരു കാര്യം പറയുന്നതിന് അതൊരു വലിയ ചോദ്യചിഹ്നം ഉണ്ടല്ലോ. ആ ചോദ്യചിഹ്നത്തിന് വ്യക്തമായ ഒരു ആൻസർ നിങ്ങൾ തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിന് വ്യക്തതയുണ്ട് അല്ലേ? ഇതേ നാട്ടിൽ തന്നെയല്ലേ മോഡിഫിക്കേഷൻ ചെയ്യാനുള്ള സാധനങ്ങൾ വിൽക്കുന്നത്? എന്നാൽ ഈ വണ്ടി മേടിച്ച് വെച്ചുകൂടാ? കേരളത്തിൽ മാത്രമാണ് ഇത്രയും അധികം സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു കാര്യം. നിയമം കറക്റ്റ് ആയിരിക്കണം, ലംഘിക്കരുത്, വ്യക്തമായിട്ട് തന്നെ കൊണ്ടുപോകണം. പക്ഷേ ജനങ്ങൾക്കും കൂടെ ഉതകുന്ന രീതിയിൽ, ജനങ്ങൾക്കും കൂടെ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു നിയമം കൊണ്ടുവരുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. മറ്റു സ്റ്റേറ്റുകളിലൊക്കെ അതിനൊരു ചെറിയൊരു ഒരു താക്കീതോ അല്ലെങ്കിൽ മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കാറുണ്ട്. അത് ചിലപ്പോൾ ഒരു മാനസിക പരിഗണനയായിരിക്കാം, അല്ലെങ്കിൽ അതൊക്കെ ആവശ്യമാണെന്ന് തോന്നിയ കാര്യങ്ങളായിരിക്കാം. അല്ലാതെ ഇവിടെ കിടന്ന് കാണിക്കുന്ന പരിപാടികളൊന്നും അല്ല. അതിനൊക്കെ ഒരു നിയമപരമായിട്ടുള്ള ചെറിയ ഇളവുകൾ അതിനകത്ത് വേണം. ഈ സാധനങ്ങളൊക്കെ വേണം. എല്ലാവരും നോർമലി ഒരു വണ്ടി ഷോറൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് അതേ കണക്ക് ഓടിച്ചുകൊണ്ട് നടക്കണമെന്നല്ല. ഈ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് മാത്രമല്ല, അതിപ്പോൾ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ടും, അല്ലെങ്കിൽ അത് മറ്റ് സംസ്ഥാനങ്ങളിലെ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലെ ആൾക്കാർ എന്താ പറയണ്ട, അതിപ്പോൾ ഒരു ട്രെൻഡ്. ഈവൻ ഒരു കോളേജ് പരിപാടിയാണെങ്കിൽ ആയിക്കോട്ടെ, എന്തായാലും നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഐഡന്റിറ്റി, ഒരു യുണീക്നെസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇപ്പൊ മന്ത്രിമാർ പോകുന്ന വണ്ടിക്കകത്ത് എക്സ്ട്രാ ഓൺ. ഇന്ന് ഞാൻ കണ്ടല്ലോ, മുഖ്യമന്ത്രി പദം രാജിവെച്ചതിന് ശേഷം പിണറായി വിജയൻ തന്റെ പാർട്ടി വണ്ടിക്കകത്ത് വീട്ടിട്ട് പോകുന്നു എന്ന് പറഞ്ഞ് കാണിച്ച ഒരു ഇന്നോവയുടെ ഫ്രണ്ടിൽ 5 എയർ ഹോൺ ആയിരിക്കുന്നത്. ഈ എയർ ഹോൺ ഇവിടെ ലീഗലാണോ? നിങ്ങളുടെ വണ്ടിക്കകത്ത് എങ്ങനെ എയർ ഹോൺ വെച്ചത്? ലീഗൽ അല്ലല്ലോ. അപ്പൊ അതൊക്കെ നോക്കണം. അത് മോഡിഫിക്കേഷന്റെ ഭാഗമാ. അപ്പൊ അതുപോലുള്ള മോഡിഫിക്കേഷനിൽ മന്ത്രിമാരുടെ വണ്ടികളിൽ ഉൾപ്പെടെ വെക്കുന്നുണ്ട്. അപ്പൊ സാധാരണപ്പെട്ട നിങ്ങൾക്ക് വോട്ട് ചെയ്ത് ഈ മന്ത്രി വണ്ടിയിലേക്ക് ചന്തി കൊണ്ട് വെക്കാനായിട്ട് സഹായിക്കുന്ന ജനങ്ങൾക്ക് വണ്ടിയിൽ എന്താ വെച്ചാൽ കുഴപ്പം എന്താ? അത്രേ അവകാശപ്പെടുന്നുള്ളൂ. അപ്പനാവാമെങ്കിൽ അപ്പന്റെ അപ്പനും ആവാം.
അല്ലെങ്കിൽ അപ്പൻ്റെ മോനും ആവാം. ആ ഒരു കാര്യത്തിൽ മാത്രം വ്യക്തമായ ഒരു തീരുമാനം കൊണ്ടുവരണമെന്ന് മാത്രമേ ഈ നാട്ടിലെ ജനങ്ങൾ അല്ലെങ്കിൽ പിള്ളേർ, ഈ പറയുന്ന ജെൻസി ആണെങ്കിലും ജെൻ ക്യൂ ആണെങ്കിലും ആരാണെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുള്ളൂ. അപ്പോൾ ഇതിനെല്ലാം പിന്തിരിഞ്ഞ് നിന്നുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ അധികാരത്തെ രാജകീയ പദവിയാക്കി, ഞാൻ ഒരിക്കലും ഗണേഷ് കുമാറിനെ മാത്രമല്ല ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കേരളത്തിൽ നിന്ന് ഇല്ലാതാക്കാനായിട്ട് കൊണ്ട് ശ്രമിച്ച പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള അവരുടെ താഴെയുള്ള എല്ലാ മന്ത്രിമാരെ ഉൾപ്പെടെ, പിണറായി വിജയൻ ആടുന്ന കണ്ടിട്ട് ബാക്കിയുള്ള മന്ത്രിമാരും ആടിയതുകൊണ്ടാണ് കേട്ടോ പണ്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ക്യാബിനറ്റ് വണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിമാരെ കയറ്റിക്കൊണ്ടൊരു ബസ്സിനകത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേനും ഒരു പെട്ടിയാട്ടോയ്ക്കകത്തിരിക്കുന്ന ആൾക്കാർ മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ. പിണറായി വിജയൻ കാണിച്ചു തന്ന രാഷ്ട്രീയ ഭാവി ഏതാണ് വഴി, ആ വഴിയുടെ പുറകെ വെട്ടി നടന്നുകൊണ്ടാണ് ഇപ്പൊ ഈ അവസാനിച്ച് ഒന്നുമില്ലാത്ത ഈ ഒരു രീതിയിലേക്ക് കൊണ്ട് എത്തി നിൽക്കുന്നത്. തിരിച്ചറിയുക. ഇനി തിരിച്ചറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. ആൾക്കാർ മാറി ചിന്തിച്ചു. നിങ്ങൾ തിരിച്ചറിയുന്നതിന് മുമ്പ് ജനങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞു. ആ ഒരു മാറ്റമാണ് ഇത്രയധികം ജനപിന്തുണ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന് നിന്ന് പത്തനാപുരത്തെ കൈവെള്ളയിൽ കൊണ്ടുവന്ന് വികസനങ്ങൾ കൊണ്ടുവന്ന ഒരു വ്യക്തി തന്നെ തോറ്റുപോകാനുള്ളൊരു കാരണം. അപ്പം ശരിയെന്നാ.